ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. തൊട്ടടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് രണ്ട് ഇതിഹാസങ്ങളാണ് വേൾഡ് കപ്പിൽ നിന്നും പടിയിറങ്ങിയിട്ടുള്ളത്. നോർവേയോട് ബ്രസീൽ പരാജയപ്പെട്ടതിന് പിന്നാലെ നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിൽ നിന്നും പടിയിറങ്ങി. ഇനിയൊരു വേൾഡ് കപ്പ് നെയ്മർ കളിക്കാൻ സാധ്യത കുറവാണ്. തൻ്റെ കരിയർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്നലെ സ്പെയിനിനോട് പരാജയപ്പെട്ടു. ക്രിസ്ത്യാനോ റൊണാൾഡോയും തൻ്റെ വേൾഡ് കപ്പ് കരിയർ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയൊരു വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചേക്കില്ല. അങ്ങനെ ഫുട്ബോൾ ആരാധകർക്ക് സങ്കടം നൽകുന്ന ദിവസങ്ങളാണ് ഇത്. ഏതായാലും നെയ്മറുടെ ഈ കണ്ണീർ നിറഞ്ഞുകൊണ്ട് കളിക്കളം വിട്ടതിനെക്കുറിച്ചും അതുപോലെ തന്നെ നെയ്മറുടെ ഈ വിരമിക്കൽ പ്രഖ്യാപനത്തെക്കുറിച്ചുമൊക്കെ അർജന്റീൻ സൂപ്പർ താരമായ ലിയാൻഡ്രോ പരേഡസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. നെയ്മറുടെ കാര്യത്തിൽ തനിക്ക് വലിയ സങ്കടമുണ്ട്, വേദന തോന്നുന്നു എന്നാണ് പരേഡസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നെയ്മറും പരേഡസും അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അതെ, ഞാൻ നെയ്മറുടെ ആ അവസ്ഥയും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റും കണ്ടു. സത്യം പറഞ്ഞാൽ നെയ്മറെ ആ അവസ്ഥയിൽ കാണുന്നത് എന്നെ വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട്. എനിക്ക് വളരെയധികം വേദന തോന്നുന്നുണ്ട്. ബ്രസീൽ ടീമിലെ ഒരു താരം എന്നതിലുപരിയായി ഞാൻ നെയ്മർ ജൂനിയറെ വളരെയധികം സ്നേഹിക്കുന്നു. എനിക്ക് നെയ്മർ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. എനിക്ക് അദ്ദേഹത്തോട് വലിയ ഒരു സ്നേഹമുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും നെയ്മർ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് തുടരും. ഇതാണ് ലിയാൻഡ്രോ പരേഡസ് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും PSG ഒരുമിച്ച് കളിച്ച താരങ്ങളാണ്. നെയ്മർക്ക് എല്ലാവിധ ആശംസകളും അദ്ദേഹം നേർന്നിട്ടുണ്ട്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇനി നെയ്മർ കളിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലായത്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്നും മാറി നെയ്മർ ഇനിയും കുറച്ചു കാലം ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിക്കണം എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകരും നെയ്മർ ആരാധകരും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.